ഇവിടുത്തെ കാര്യം എങ്ങനെയാണ്? നിത്യപൂജ കാണും. പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നാലും മഹാലിംഗ പ്രതിഷ്ഠ ഇതിൽ ചെയ്തിരുന്നാലും നിത്യപൂജകൾ കാണും. നിത്യപൂജ എല്ലാ ദിവസവും നിത്യപൂജ കാണും. കാലത്തും വൈകുന്നേരം ഇവിടെ പൂജയുണ്ട്. എത്ര മണിക്കാണ്? കാലത്ത് 3:30-4 മണിയാവും. പുലർച്ചെ 3:30-4 മണി. വൈകുന്നേരം 6 മണിക്ക് പൂജ നിത്യവും കാണും. 2 നേരം പൂജയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ശുദ്ധികലശം എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യപൂജയും നിത്യദർശനം ഉണ്ടായിരിക്കുന്നതായിരുന്നു. അത് ഈ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം. പ്രതിഷ്ഠ എപ്പോഴാണ്? അത് പറയും, ആലോചിച്ചിട്ട് എല്ലാവരുമായിട്ട് ആചാര്യ ഗുരുക്കന്മാരായിട്ട് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും പറയുന്നത്. ഇപ്പോൾ ഇവിടെ ജനങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഓറ്റയും ഇതൊക്കെ പതുക്കെ ഓരോന്ന് വരുന്നേ ഉള്ളൂ. അറിഞ്ഞ് വരുന്നുണ്ട്. പതുക്കെ വരുന്നുണ്ട്. വിശ്വാസികളെത്തും. ഇന്നല്ല നാളെ ആയിരുന്നാലും വിശ്വാസികൾ. ഈ ഇപ്പം നടത്തിയ പൂജ എന്തിന്റെ പൂജയാണ്? അതിനെ യതിപൂജയാണ്. യതിപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നടന്നത് യതിപൂജയാണ്. ഈ ദിവസേന നടക്കുന്നത് യതിപൂജയാണ്. അതിന്റെ ഒരു ഇതെങ്ങനെയാ, ഒരു ഐതിഹ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല കേട്ടോ. അതെല്ലാം അത് മറ്റേ പിന്നെ അതായത് ഈ സമാധിയോടനുബന്ധിച്ചുള്ള നിത്യ യതിപൂജകൾ അത് എല്ലാവർക്കും അറിയാം. എല്ലാ ഹിന്ദു സനാതന ധർമ്മത്തിലുള്ള എല്ലാവർക്കും എന്താണെന്നും ഏതാണെന്നും സമാധിയുടെ പൂജകൾ എന്താണെന്നും എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും അറിയാം. അതുപോലെ നീ ഇത് കഴിഞ്ഞ് പൂജ ഉണ്ടോ? ഇനി രാത്രി അത്താഴ പൂജ അങ്ങനെ അതുണ്ടാവും. അത് കഴിഞ്ഞു പ്രതിഷ്ഠ കഴിഞ്ഞ് എല്ലാവർക്കും വരാവോ? അങ്ങനെ നിത്യദർശനം എല്ലാവർക്കും വരാം. പ്രതിഷ്ഠയ്ക്ക് മുമ്പേ വരാം. പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം എല്ലാ വിശ്വാസികൾക്കും ഇവിടെ എത്താം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. ചേട്ടാ, ഇപ്പം നിലവിൽ ആർക്കും വിശ്വാസികൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും വരാം. തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും എത്താം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയക്രമം വല്ലതും ഉണ്ടോ വരാനോ? 6 മണി 7 മണിക്ക് നിത്യപൂജ ക്ഷേത്രത്തിൽ നിത്യദർശനം ആവുമ്പോഴത്തേക്കും അതായത് ഏകദേശം 8 മണിയോളം ക്ഷേത്രം നട തുറന്നിരിക്കും. രാത്രി 8 മണി വരെ. വൈകുന്നേരത്തെ ദീപാരാധന അത്താഴ പൂജ എല്ലാം കഴിയുമ്പോൾ 8 മണി കഴിയും അമ്പലം അടയ്ക്കും. ഇവിടെ ക്ഷേത്രം നിത്യം നട തുറന്നു കഴിയും. രാവിലെ ആണെങ്കിൽ ഇവിടെ 3:30 ദർശനം, നിർമ്മാല്യ ദർശനം. നിത്യം നട തുറക്കുമ്പോഴോ ആ സമയം മുതൽ വരാം. അത് അതായത് അത് എല്ലാം ഉണ്ട്. ഭഗവാന്റെ എല്ലാം തേജസ്സായിട്ടുള്ള പ്രതിഷ്ഠയും മഹാലിംഗ പ്രതിഷ്ഠയും ഷടാധാര ലിംഗ പ്രതിഷ്ഠ എല്ലാം ഉണ്ട്. ഇപ്പോഴും എല്ലാ ദിവസവും പൂജ ഉണ്ടോ? ഇല്ല. ശുദ്ധികലശം കഴിഞ്ഞതിന് ശേഷം. അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അത് ശുദ്ധികലശം ചെയ്തതിന് ശേഷം. അത് എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇല്ല തീരുമാനിച്ചിട്ടില്ല. ശരി, അത് കഴിഞ്ഞ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ തീർച്ചയായിട്ടും അത് എല്ലാ പൂജയും ആരാധനകളും ഉത്സവങ്ങളെല്ലാം കാണും. എല്ലാം ഭഗവാന്റെ ഹിതാനുസരിച്ചെല്ലാം നടക്കും. ഇപ്പൊ നിലവിൽ ഈ നാട്ടിൽ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. കൂടെ നിൽക്കുന്നുണ്ടോ? ശരി എന്നാ.